കോളിഫ്ലവർ കൊണ്ടേ ഒരു ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയാലോ? അതെ, ചിക്കൻ കടായി വരെ അവിടെ മാറി നിൽക്കും. ആ ജാതി ടേസ്റ്റിലുള്ള ഒരു മുതല്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കണതൊന്ന് കണ്ടു നോക്കിയാലോ? ആദ്യം തന്നെ ഒരു 800 ഗ്രാമിന്റെ കോളിഫ്ലവർ എടുത്തിട്ടാവും. അതൊന്ന് ചെറുതാക്കി പൊടി ആക്കാതെ നല്ല കുറച്ച് വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ച്, ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളത്തിൽ 5 മിനിറ്റിലേറെ ഇട്ട് വെച്ച്, ഇതിൽ പുഴുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു പാത്രത്തേക്ക് 1 സ്പൂണ് കാശ്മീരി മുളക്, 1/4 സ്പൂണ് മഞ്ഞപ്പൊടി, 3/4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഏകദേശം ഒരു 4-5 സ്പൂണോളം കോൺഫ്ലവറിന്റെ പൊടി. ഇത് പൊരിക്കാൻ ഓവർ മസാലകളൊന്നും ചേർക്കണില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള സുറുക്കയും ഒഴിച്ചിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി കൂട്ടി യോജിപ്പിച്ച് ഉപ്പുണ്ടോ എന്ന് നോക്കിയപ്പോഴേ ഉപ്പിടാൻ മറന്നിക്കണേ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകാണ്ട് ഒന്നും കൂടി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ കഴുകി മാറ്റി വെച്ച കോളിഫ്ലവർ ഈ മിക്സ് ചെയ്ത മസാലയൊക്കെ ഇട്ട് നന്നാക്കി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇത് റെസ്റ്റിന് വെച്ച്, ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോഴേ കൂടുതലൊന്നും ചിന്തിക്കാതെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അധികം ആവശ്യത്തിനുള്ള ഓയിൽ വെച്ച്, ഓയിൽ ചൂടായപ്പം ഇതെല്ലാം പാടെ തീക്കിട്ട് കോളിഫ്ലവർ പൊരിക്കാൻ നല്ല സമയമാണ് കേട്ടോ. ആദ്യത്തെ ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ഇട്ടുണ്ട് ഇത് പൊരിച്ച്. കോളിഫ്ലവറിന്റെ പൊരിച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേ ആ ഫ്രൈ പാനിന്ന് ഓയിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് മസാലക്ക് ആവശ്യമായ ഓയിൽ എടുത്തിട്ട് ഒരു 113 പെരിഞ്ചീരകം അതിലോട്ടിട്ട് കുനുകുന ചോപ്പ് ചെയ്ത വല്യുള്ളിയും ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് 2 പച്ചമുളക് 6 പീസാക്കിയിട്ട് അതും കൂട്ടി യോജിപ്പിച്ച് ഒരു അരക്കഷ്ണം തക്കാളി ഇട്ടിട്ട്, തക്കാളി നമ്മൾ വിചാരിച്ച കോലത്തിലായപ്പോഴേ ഒരു അരക്കഷ്ണം കുനുകുന ചോപ്പ് ചെയ്ത ക്യാപ്സിക്കനും ഇട്ട്. ക്യാപ്സിക്കനെ ഇത്ര നൈസാക്കി അരണ്ട, ചെറിയൊരു കടി വേണം. നമ്മളുടെ അരിഞ്ഞ ആള് നല്ല നൈസാക്കി അരിഞ്ഞെന്നാണ്. ഇനിയുള്ള പരിപാടി ഇതിക്ക് ആവശ്യമായ മസാല ഇടലാണ്. 3/4 സ്പൂൺ മുളക് പൊടി, ഒരു നുള്ളു മഞ്ഞപ്പൊടി, 1/2 സ്പൂണ് ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല. മസാലകളെല്ലാം ഇട്ട് മസാലന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കുറച്ച് സോയ സോസും ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും ഇട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ച് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ച കോളിഫ്ലവർ ഇതിക്ക് ഇട്ട്. കോളിഫ്ലവർ ഇതിക്ക് ഇട്ട് കഴിഞ്ഞാലേ പിന്നെ നമ്മൾ മസിൽ പിടിച്ചാതെ ആക്കം പോലെ ഇളക്കാൻ പാടുള്ളൂ. മസിൽ ഓവർ പിടിച്ചാൽ കോളിഫ്ലവർ നന്നായിട്ട് പൊടിയാവും. ഇതെല്ലാം പാടെ മിക്സ് ആക്കി കഴിഞ്ഞപ്പോഴേ കുറച്ച് ഉള്ളിത്തണ്ട് അരിഞ്ഞു ഇതിക്കിട്ട് ഒരു 1/2 ഗ്ലാസ് കോൺഫ്ലവർ കലക്കിയതും ഇതിക്ക് ഒഴിച്ചിട്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടേ ഒരു 3 മിനിറ്റ് കത്തിച്ച്, 3 മിനിറ്റിന് ശേഷം ഇത് തള വന്നപ്പോഴേ നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് തീക്കിട്ട് ഇത് ചൂടാറുന്ന വരെ ഒന്ന് മൂടി വെച്ച്. ചൂടാറിയെന്ന് കണ്ടാലേ പിന്നെ നമുക്ക് കൂടുതൽ നേരം ഒന്നും ചിന്തിച്ച് നിൽക്കാൻ പറ്റൂല കേട്ടോ. അപ്പൊ നമ്മളെ ഗോബി മഞ്ചൂരിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതൊക്കെ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലേ പിന്നെ ഇടക്കിടക്ക് ഉണ്ടാക്കാൻ തോന്നും. അത്രയും ടേസ്റ്റുള്ള സാധനം കേട്ടോ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇന്നൊക്കെയുള്ള ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം.